ൂര്യവും വീര്യവും ഒക്കെ കാട്ടിയിരുന്നു. എന്തായിരുന്നാലും ആനയെ ഇപ്പോൾ അരിക്കൊമ്പനെ ലോറിയിലേക്ക് കയറ്റുകയാണ്. കുങ്കിയാനയുടെ സഹായത്തോടു കൂടിയാണ് കയറ്റുന്നത്. പിന്നിൽ നിന്ന് കുങ്കിയാനകൾ സമ്മർദ്ദത്തോടു കൂടി തള്ളുക വഴി അവൻ കയറും. അതിനുശേഷമാകും ആ കോളർ സ്ഥാപിക്കുക. ഇന്ന് 5 മയക്കുവെടിയാണ് കുങ്കിയാനകളുടെയും മറ്റും സഹായത്തോടു കൂടി ഇന്ന്. ഇപ്പോൾ ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സിൻ്റെ സെക്രട്ടറി ശ്രീ വി കെ വെങ്കടാചലം നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ വെങ്കടാചലം, എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ആന ലോറിയിലേക്ക് കയറിയോ? അരിക്കൊമ്പൻ കയറിയോ ലോറിയിൽ? ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ആനയെ പീഡനമേൽക്കാതെ പിടിക്കണമെന്നും പിടിച്ചു കഴിഞ്ഞാൽ ആഘോഷം പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആനയെ പീഡിപ്പിക്കാതെ ഇവര് അവിടെ നിന്ന് മാറ്റണമെന്നുള്ളതാണ്. ഈ അവരവിടെ കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അവര് ആനയെ ഭീകരമായിട്ട് പീഡിപ്പിച്ചിട്ടാണ് ലോറിയിൽ കയറ്റുന്നതും അത് കഴിഞ്ഞിട്ട് അവർ ലോറിയിൽ കയറ്റിയിട്ട് എവിടേക്കാണ് കൊണ്ടുപോകണമെന്ന് പോലും ഇവരിപ്പോൾ ആരോടും പറയുന്നില്ല. അത് ഒരു ഏതോ രഹസ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഭീകരമായിട്ട് മർദ്ദിക്കാനുള്ള പരിപാടിയാണെന്ന് സംശയിക്കാവുന്നതാണ്. മാത്രമല്ല ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ആനയെ പിടികൂടിയതിനു ശേഷം ചെയ്യുന്ന പരിപാടികൾ ഭീകരമായിരിക്കുമെന്ന് ഹൈക്കോടതി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകം മുഴുവൻ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതുകൊണ്ട് ആനയെ പീഡനമേൽക്കാതെ ഇവര് ആ സ്ഥലത്തേക്ക് മാറ്റി ഒരു സ്ഥലത്ത് മാറ്റി നിർത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മുടെ കാഴ്ചയിലൊക്കെ കുങ്കിയാനയുടെ സ്വാഭാവികമായ ചില തള്ളലൊക്കെ ഉണ്ട്. പക്ഷെ അത് ആന എന്ന നിലയിൽ അത് സഹിക്കാനാകില്ലേ? കാരണം വളരെ ശാസ്ത്രീയമായി മയക്കുവെടി വെച്ചു, അതിനുശേഷം വടങ്ങൾ കൊണ്ട് ബന്ധിച്ചു. ആ വടങ്ങൾ തന്നെ മുറിവേൽക്കാത്ത തരത്തിലുള്ള വടങ്ങളാണ്. അതിനുശേഷം അവനെ കണ്ണുകെട്ടി. ഇതിനുശേഷമാണ് അവനെ ലോറിയിലേക്ക് കയറ്റുന്നത്. അവിടെ ഒരു പീഡനത്തിന്റെ സ്വഭാവം കാണാൻ പറ്റുമോ ശ്രീ വെങ്കടാചലം? ഇത് പീഡനം തന്നെയാണെന്ന് അവരോട് കാണിക്കുന്ന സംഭവങ്ങൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ബാക്കിയുള്ള രാജ്യങ്ങളിലെ ആനകളെ ഇവര് ഭംഗിയായിട്ട് മാറ്റുന്നുണ്ടല്ലോ. അതുപോലെ നല്ലല്ലോ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഭീകരമായിട്ടുള്ള പീഡനം തന്നെയാണ് ഇതിന്റെ ബാക്കി പത്രം. ഇവരെത്ര ഒളിപ്പിച്ചേക്കാൻ നോക്കിയാലും നമ്മൾ ഈ കാണുന്ന വിഷ്വൽസിൽ അതിഭീകരമായിട്ടുള്ള പീഡനങ്ങൾ അവിടെ നാരം കയറുന്നുണ്ട്. കോടതി പറഞ്ഞിട്ട് പിടിക്കുന്നത് ആഘോഷമാക്കരുത്, പിടിക്കുന്നത് പീഡനമേൽക്കാതെ ആയിരിക്കണം. പിടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഭീകരമായിട്ട് മർദ്ദിക്കുന്നത് സ്ഥിരമായിട്ടുള്ള പരാതിയാണ് എന്നടക്കം കോടതി ഇവരോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ ചെയ്യാവുന്നത് ഇവർ പിടികൂടിയിട്ട് പെട്ടെന്ന് തന്നെ അതിനെ പീഡനമേൽക്കാതെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കോടതി പറഞ്ഞപ്പോ അങ്ങനെയാണ്. കാരണം ഈ സ്ഥലം പറയുന്നില്ലെങ്കിൽ പോലും പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്കാകും എന്നാണ് അനുമാനിക്കുന്നത്. എന്തായിരുന്നാലും ഏത് സ്ഥലവും ആയിക്കോട്ടെ, അത് കോടതിയുടെ ചില നിർദ്ദേശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏത് സ്ഥലമാണെന്ന് നാം അറിയണ്ട. പക്ഷേ അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിച്ച തരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് ഈ ലോറിയിൽ കൊണ്ടുപോയി അവിടെ വിടുകയാണല്ലോ. അവിടെ പിന്നെ പീഡനത്തിന്റെ ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ആനക്കൊട്ടിലാക്കുന്ന ഒരു അവസ്ഥയോ ഇല്ലല്ലോ. ഈ കൊണ്ടുപോകുമ്പോ എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടുപോകാനായിട്ട് ഇവർ നടത്തുന്ന പീഡനം തന്നെയാണ്. വിദേശ രാജ്യങ്ങളിലൊന്നും ഇമാതിരി പീഡനം നടത്തിയിട്ടല്ല ഇവർ ആനകളെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. അവിടെ അതിന് അവർക്ക് ഭംഗിയായിട്ടുള്ള സംവിധാനമുണ്ട്. എന്താണ് ഇതിനേക്കാൾ വലിയ ശാസ്ത്രീയമായ സംവിധാനം ഏതാണ് വെങ്കടാചലം? ഒന്ന് വിശദീകരിക്കൂ. വിശദീകരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാർ, കേരള വനം വകുപ്പിന് യാതൊരു സംവിധാനവും ഇല്ല. പീഡനമേൽപ്പിച്ച് മാറ്റുന്ന സംവിധാനം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അല്ല, ഇവിടെ എവിടെയാണ് പീഡനം ഉണ്ടായത്? ആദ്യം മയക്കുവെടി വെച്ചു, അതിനുശേഷം വടം കൊണ്ട് കാലിൽ ബന്ധിച്ചു. കാരണം നാം ഈ ആഘോഷവേളകളിൽ പോലും ആനകൾക്ക് ഉണ്ടാകുന്ന തരത്തിൽ അത്ര പീഡനം പോലും കാഴ്ചകളിൽ നാം കാണുന്നില്ലല്ലോ. അതിനുശേഷം അതിൻ്റെ തന്നെ കുലത്തിലുള്ള കുങ്കിയാനകളെ കൊണ്ട് പിന്നിൽ നിന്ന് തള്ളുന്നു. ആ സമ്മർദ്ദത്തിൽ അത് ലോറിയിലേക്ക് കയറുന്നു. ഇവിടെ എവിടെയാണ് പീഡനം? മർദ്ദിക്കുന്നില്ല, മുറിവേൽപ്പിക്കുന്നില്ല. അതിന്റെ മാംസത്തിന്റെ ഉള്ളിലേക്ക് സൂചി കയറി പോവാണ്. ഇവര് ഓറലായിട്ടല്ല ഈ മരുന്ന് കൊടുക്കുന്നേ. 5 മയക്കുവെടി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ 5 ഭാഗത്ത് ഇവര് വലിയ സൂചി കുത്തിക്കയറ്റാണ്. ഈ കുത്തിക്കയറ്റലെന്ന് പറഞ്ഞാൽ മരുന്നാണ്. മരുന്ന് എന്ന് പറയുന്നത് ആനയെ നിശ്ചലമാക്കാനായിട്ടുള്ള സാധനമാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തെ, അതും ഈ മതത്തിന്റെ അവസ്ഥയിൽ നിശ്ചലമാക്കുന്ന ഭീകരപീഡനം തന്നെയാണ്. പിന്നെ എന്ത് ചെയ്യും പ്രായോഗികമായി ശ്രീ വെങ്കടാചലം? ഇങ്ങനെ എല്ലാത്തിലും സിനിക്കായി ദോഷയുഗതർക്കായാലോ? ഇത്ര ദിവസത്തിനുള്ളിൽ പിടികൂടണമെന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. ഇവർക്ക് ആനയുടെ മതകാലം കഴിയുന്നവർക്ക് കാത്തിരിക്കാനല്ലോ. ഇവരെന്തിനാ ഈ മഴ വരുന്ന ഈ സമയത്ത് ആനയെ മാറ്റാൻ നോക്കുന്നേ? ഈ ആന ഒരാളെ ആക്രമിച്ച് കൊന്നായിട്ട് ആരെങ്കിലും തെളിവില്ല. ഇത് മതമായിട്ട് അവിടെ നടക്കുന്നു. അതിന്റെ കൂട്ടുകാരുടെ ഈ അരിക്കൊമ്പൻ നിരവധി പേരെ ആക്രമിച്ചു കൊന്നു എന്നൊക്കെ വാർത്തകളുണ്ട്. ശരിയായിരിക്കും, ഒരു പക്ഷേ സ്ഥിരീകരിക്കുന്ന ഇവരൊരു തെളിവും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഇത് ആരെങ്കിലും ആക്രമിച്ചു എന്നുള്ളതിന്റെ യാതൊരു തെളിവും ഇവർ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഇവരെന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഇതിനെ പിടിക്കണത്? പക്ഷേ ഇത്രയേറെ സംവിധാനം, ഇത്രയേറെ ലക്ഷങ്ങൾ പൊടിച്ച് ഇങ്ങനെ ഒരു ജനങ്ങളുടെ സമ്മർദ്ദവും സമരവും അങ്ങനെ ഉണ്ടാകുമോ? ചുമ്മാതെ അങ്ങ് ഉണ്ടാകുമോ? ഒരു കാരണവും ഇല്ലാതെ, അടിസ്ഥാനവും ഇല്ലാതെ വെങ്കടാചലം? അതന്നെ ഇവര് തെളിവ് ഹാജരാക്കട്ടെ. ഇവര് ഏത് മനുഷ്യന് ഈ ആന കൊന്നു എന്ന് ഇവർ ഇന്ന് വരെ കോടതിയിൽ ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ല. പിന്നെന്താണ് ഈ അരിക്കൊമ്പനെതിരെ മാത്രം ഇങ്ങനെ ഇത്രയേറെ വലിയൊരു ടാസ്ക് ഉപയോഗിക്കാനുള്ള സാഹചര്യം എന്താണ് വെങ്കടാചലം? അത് വനം വകുപ്പ് പോലും കോടതിയിൽ വിശദീകരിച്ചിട്ടില്ല. ഇതിന് പിന്നാമ്പറ കഥകൾ പുറത്തു പറയാൻ പറ്റാത്ത പല രഹസ്യങ്ങളും വനം വകുപ്പിനുണ്ടത്രേ.
എന്താണത്? എന്താണെന്ന് വനം വകുപ്പ് തുറന്നു പറയട്ടെ. വനം അപ്പൊ വകുപ്പ് ജനങ്ങളുടെ പ്രതിഷേധമോ വെങ്കടാചലം? കാര്യം പറയേണ്ടത്. വനം വകുപ്പ് കോടതിയോട് പോലും പല കാര്യങ്ങളും ചോദിച്ചിട്ട് മറുപടി പറയുന്നില്ല. കോടതി ചോദിച്ചില്ല എന്തിനാണ് ഈ ആനയെ ധൃതി പിടിച്ച് മാറ്റണേന്ന് കുറെ വട്ടം ചോദിച്ചിട്ടും കോടതിയോട് പോലും ഇവര് മറുപടി പറയുന്നില്ല. പുറത്ത് പറഞ്ഞാൽ ഇവരുടെ കസേരയ്ക്ക് ഇളക്കം തട്ടും, അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് ഇളക്കം തട്ടും, കാടിന്റെ ഉള്ളിൽ നടക്കുന്ന രഹസ്യങ്ങൾ പുറത്ത് പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് ഒരു കോടതിയുടെ ശ്രദ്ധയെന്ന് പോലും കോടതി ചോദിച്ച പല ചോദ്യങ്ങൾക്ക് ഇവര് മറുപടി പറയുന്നില്ല. ഇഫയുടെ മറുപടി പറയുന്നില്ല, ഹെഡ് ഓഫ് ഫോറസ്റ്റ് മറുപടി പറയുന്നില്ല, വനംവകുപ്പിലെ കൗൺസില് കോടതിയിൽ വായ തുറക്കുന്നില്ല. ഇതിന് വലിയ വൻ ദുരൂഹതയുണ്ട്. ഈ ആനയെ എത്ര ധൃതി പിടിച്ച് പിടികൂടേണ്ട യാതൊരു ആവശ്യവും അവിടെ ഇപ്പോ ദയവായി തുടരൂ. ഇപ്പോൾ നമ്മോടൊപ്പം ബുൾബേന്ദ്രൻ കൂടി, അതായത് ഈ ദൗത്യം 100 മീറ്റർ ഇപ്പുറം നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ബുൾബേന്ദ്രൻ കൂടി നമ്മോടൊപ്പം ഉണ്ട്, കോർഡിനേറ്റർ. ശ്രീ ബുൾബേന്ദ്രൻ, കേൾക്കാമോ? ബുൾബേന്ദ്രൻ, ഈ വെങ്കടാചലം പറയുന്നത് വളരെ ക്രൂരമായ പീഡനത്തിലാണ് ആനയെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ആന ലോറിയിലേക്ക് കയറാൻ കൂട്ടാക്കുന്നില്ല, ഈ വലിയ പീഡനമാണ്, വിദേശ രാജ്യങ്ങളിലൊന്നും ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ അദ്ദേഹത്തിന് പ്രായോഗികമായി എന്താണ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയെന്ന് ഉപദേശിക്കാനും കഴിയുന്നുമില്ല.